അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അങ്ങനെ അത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെറിയ ട്രാൻസ്പോർട്ട് വാഹനങ്ങളെക്കാളും കൂടുതൽ ഹെവി വാഹനങ്ങൾ, മൾട്ടി ആക്സിൽ വാഹനങ്ങൾ എന്ന് പറയും. ആ വാഹനങ്ങൾ മേലേക്ക് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ മാസങ്ങൾ കഴിയുന്തോറും പല പ്രതിസന്ധികളും അവർ മാറ്റി മാറ്റി എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ ഓവർലോഡിൽ ഓടാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഓവർലോഡിൽ ഓടാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ 10 വണ്ടി ഉണ്ടെങ്കിൽ അതിന് ഫൈനും മറ്റും അടച്ച് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വണ്ടികളെല്ലാം ഇന്ന് കേരളത്തിൽ മനസ്സിലാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ശക്തമാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും തന്നെ ഈ വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസും ഹൈവേ പോലീസും അങ്ങനെ എല്ലാ പോലീസുകളും ഇതിൽ നിന്ന് അഴിമതിയിലൂടെ പൈസ വാങ്ങിച്ചിട്ടാണ് ഓടിക്കുന്നുള്ളത് നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നടക്കുന്നിടത്താണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിൽ ചെറിയ പിള്ളേരുകളൊക്കെ ഓടിക്കുന്നത്. ചെറിയ ഒറ്റപ്പെട്ട കാര്യങ്ങളിലൂടെ അവർ വളരെ വളരെ ഷൈനിങ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഷെയർ ചെയ്ത് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ വളരെ പുച്ഛമായിട്ട് തോന്നുക. കാലം നിങ്ങൾക്ക് പിന്നിലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ എല്ലാം ഒരു കാലത്ത് നിങ്ങളുടെ കുറ്റങ്ങളായി തന്നെ വരും. കാരണം വെച്ചാൽ അതിനൊക്കെ തെളിവടക്കം ആണ്. കാലം നമുക്കൊന്നും മാറ്റി വെച്ചിട്ടില്ല. നമുക്കറിയാം നമ്മുടെ കാലങ്ങളെല്ലാം നമ്മളോട് എല്ലാവരോടും കണക്ക് ചോദിച്ച് പിന്നീട് അത് തിരുത്തപ്പെട്ടിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ജാഗ്രത പാലിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇത് തലയിൽ ചോക്കാൻ പറ്റാത്ത വിഴുപ്പായി മാറും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ.